Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. എക്സ്പ്ലറ്റീവ് എന്നാൽ ആശ്ചര്യജനകമായ നിരർത്ഥക പദങ്ങൾ ഇതൊക്കെയാണ്. ഫിൽഡ് സ്പീച്ച്. ഫിൽഡ് എന്നാൽ നിറഞ്ഞ, അത്തരം നിരർത്ഥക പദങ്ങൾ നിറഞ്ഞ പ്രസംഗം. കോസ് എന്നാൽ കാരണം. കാരണമാകുന്നു. അപ്രോർ എന്നാൽ സംക്ഷോഭം, കോലാഹലം, ഇതൊക്കെയാണ് അർത്ഥം. നിരർത്ഥക പദങ്ങൾ നിറഞ്ഞ പ്രസംഗം ഒരു ഒച്ചപ്പാടിന്, കോലാഹലത്തിന് കാരണമാകുന്നു. അറ്റൻഡീസ് എന്നാൽ ഹാജരായവർ, പങ്കെടുക്കുന്നവർ എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഒരു യോഗത്തിലോ മീറ്റിങ്ങിലോ വന്നുകൂടിയ ആളുകൾ, ഇതൊക്കെയാണ് അർത്ഥം. ആ യോഗത്തിൽ, മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ. ബ്ലോക്ക് മോട്ടിവേഷണൽ സ്പീക്കർ അനിൽ സ്കാർ. ബ്ലോക്ക് എന്നാൽ ഇവിടെ തടസ്സപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ്. മോട്ടിവേഷണൽ സ്പീക്കറായിട്ടുള്ള അനിലിൻ്റെ കാറ് പങ്കെടുത്തിട്ടുള്ളവർ തടസ്സപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിലാണ് സംഭവം. കോഴിക്കോടിലാണ് സംഭവം. ദ ന്യൂസ് ഓഫ് ഫേമസ് മോട്ടിവേഷണൽ സ്പീക്കർ അനിൽ ബാലചന്ദ്രൻ. മോട്ടിവേഷണൽ സ്പീക്കറായിട്ടുള്ള, ഫേമസ് എന്നാൽ പ്രശസ്തനായ മോട്ടിവേഷണൽ സ്പീക്കറായിട്ടുള്ള അനിലിൻ്റെ വാർത്ത. അദ്ദേഹം ഉപയോഗിച്ചു എക്സ്പ്ലറ്റീവ്സ് എന്നാൽ അനർത്ഥക പദങ്ങൾ ഡൂറിങ് ഹിസ് മോട്ടിവേഷണൽ സ്പീച്ച്. അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷണൽ പ്രസംഗത്തിനിടയിൽ. ഹാസ് ഗോൺ വൈറൽ ഓൺ സോഷ്യൽ മീഡിയ. അതെന്താണ്? സോഷ്യൽ മീഡിയകളിൽ അത് വൈറലായി. ദ ഇൻസിഡൻറ്റ് ടുക്ക് പ്ലേസ്. ഈ സംഭവം സംഭവിച്ചത് ഡൂറിങ് ദ ബിസിനസ് മീറ്റ്. എന്താണ്? ബിസിനസ് മീറ്റിങ്ങിൽ, അതിനിടയിലാണ് ഈ സംഭവം സംഭവിച്ചത്. ഓഫ് കോഴിക്കോട് CSWA. എന്താണ്? ഇവിടെയാണ് സംഭവം സംഘടിപ്പിച്ച ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ മീറ്റിങ്ങിലാണ് ഈ സംഭവം ഉണ്ടായത്. ദ ബിസിനസ്മെൻ. ബിസിനസ് ചെയ്യുന്ന ആളുകൾ. ബിസിനസ്മാൻ എന്നാൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി. ഇവിടെ ബിസിനസ്മെൻ, ബിസിനസ് ചെയ്യുന്ന, കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആളുകൾ. ഹു അറ്റൻഡഡ്. എന്താണ്? പങ്കെടുത്തിട്ടുള്ള, അത്തരം ആളുകൾ പങ്കെടുത്തിട്ടുള്ള. ദ പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ. ഡിമാൻഡ്. എന്താണ്? അവർ, ആ പങ്കെടുത്ത ആളുകൾ. ഡിമാൻഡ് ആവശ്യപ്പെട്ടു. ദാറ്റ്. എന്താണ് ആവശ്യപ്പെട്ടത്? അനിൽ അപ്പോളജൈസ്. എന്താണ്? അനിൽ അപ്പോളജൈസ് എന്നാൽ മാപ്പ് ചോദിക്കുക, മാപ്പ് പറയണം. ബിഫോർ ദ അലൗഡ് ഹിസ് വെഹിക്കിൾ ടു ലീവ്. അദ്ദേഹത്തിൻ്റെ വാഹനം വിട്ടുപോകുന്നതിന് മുമ്പായിട്ട്. എന്താണ്? അദ്ദേഹത്തിൻ്റെ വാഹനം കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട്, അവിടെ നിന്നും വാഹനത്തിൽ പോകുന്നതിന് മുമ്പ് എന്താണ്? അവരോട് മാപ്പ് ചോദിക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടു. അലോ എന്നാൽ അനുവദിക്കുക. അലൗഡ് ഹിസ് വെഹിക്കിൾ ടു ലീവ്. അദ്ദേഹത്തിൻ്റെ വാഹനം പോകാൻ അനുവദിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്? അവരോട് മാപ്പ് ചോദിക്കണം. ആഫ്റ്റർ മച്ച് എഫേർട്ട് എന്നാൽ പരിശ്രമം, ഒരുപാട് പരിശ്രമത്തിന് ശേഷം. ബൈ ദ ഓർഗനൈസേഴ്സ് എന്നാൽ സംഘാടകരുടെ പ്രയത്നത്തിന്, ഒരുപാട് പ്രയത്നത്തിന് ശേഷം. ദസ് ബിസിനസ്മെൻ. എന്താണ്? ബിസിനസ് ചെയ്യുന്ന ആളുകൾ, കച്ചവടക്കാർ. ഫൈനലി അഗ്രീഡ്. അവസാനം യോജിച്ചു അല്ലെങ്കിൽ സമ്മതിച്ചു. ഇതൊക്കെയാണ് അർത്ഥം. ടു ലെറ്റ് ദ കാർ ഗോ. ആ കാറ് പോകാൻ അനുവദിച്ചു. ലെറ്റ് എന്നാൽ അനുവദിക്കുക. ഫൈനലി എന്നാൽ അവസാനം. അനിൽ ബാലചന്ദ്രൻ റിസീവ്ഡ്. അനിൽ ബാലചന്ദ്രൻ സ്വീകരിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ചു. ₹40 lakh. 4 ലക്ഷം രൂപ പ്ലസ് GSTയും. ആസ് കോമ്പൻസേഷൻ എന്നാൽ ഇവിടെ പ്രതിഫലം എന്നുള്ള അർത്ഥമാണ്. ആസ് കോമ്പൻസേഷൻ എന്നാൽ പ്രതിഫലമായിട്ട് അദ്ദേഹത്തിന് 4 ലക്ഷം രൂപ ലഭിച്ചു. ഫോർ ഹിസ് അപ്പിയറൻസ് എന്നാൽ ഇവിടെ ഹാജരാകൽ എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹത്തിൻ്റെ ഹാജരാകൽ, അദ്ദേഹം അവിടെ വന്നതിന് എന്താണ്? അദ്ദേഹത്തിന് പ്രതിഫലമായിട്ട് 4 ലക്ഷം രൂപ ലഭിച്ചു. ദ ഇവൻ്റ് എന്നാൽ വിഷയം, സംഭവം, ഇതൊക്കെയാണ് അർത്ഥം. ഈ പരിപാടി. വിച്ച് വാസ് എക്സ്പെക്റ്റ് എന്നാൽ പ്രതീക്ഷിക്കുക. എന്താണ്? വിച്ച് വാസ് എക്സ്പെക്റ്റഡ്. ഈ പരിപാടിയിൽ പ്രതീക്ഷിച്ചിരുന്നു. ടു അട്രാക്ട് അറൗണ്ട് 5,000 പീപ്പിൾ. ഏകദേശം 5000-ഓളം ആളുകളെ ഈ പരിപാടിയിൽ പ്രതീക്ഷിച്ചിരുന്നു. ഇൻക്ലൂഡഡ് എ മ്യൂസിക് നൈറ്റ്
ഫീച്ചറിങ് സിംഗർ സിത്താര. എന്താണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരുന്നു? എന്ത്? സിംഗർ സിത്താരയുടെ മ്യൂസിക് പ്രോഗ്രാം അടക്കം ഇതിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. ഏകദേശം എന്താണ് 5000-ഓളം ആളുകളെയും ഈ പരിപാടിയിൽ പ്രതീക്ഷിച്ചിരുന്നു. അനിൽ ബാലചന്ദ്രൻ അറൈവ്ഡ്. അനിൽ ബാലചന്ദ്രൻ എത്തി ആൻ അവർ ലേറ്റ്. 1 മണിക്കൂർ വൈകിയാണ് എത്തിയത്. ഫോർ ദ പ്രോഗ്രാം. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അനിൽ ബാലചന്ദ്രൻ എത്തിയത് 1 മണിക്കൂർ വൈകിയാണ്. വിച്ച് വാസ് സപ്പോസ്ഡ് ടു സ്റ്റാർട്ട് അറ്റ് 2 PM. വിച്ച് എന്നാൽ അത്. ആ പരിപാടി വാസ് സപ്പോസ്ഡ് ടു സ്റ്റാർട്ട്. ആ പരിപാടി ആരംഭിക്കേണ്ടിയിരുന്നത് 2 PM. എന്താണ്? ഉച്ചക്ക് 2 മണിക്കായിരുന്നു ആ പരിപാടി ആരംഭിക്കേണ്ടിയിരുന്നത്. അപ്പോൺ ടേക്കിംഗ് ദ സ്റ്റേജ്. എന്താണ്? അദ്ദേഹം സ്റ്റേജിലേക്ക് എത്തിയതും ഹി ബിഗാൻ. അദ്ദേഹം ആരംഭിച്ചു. അബ്യൂസിങ് ദ ബിസിനസ്മെൻ. അബ്യൂസ് എന്നാൽ അധിക്ഷേപിക്കുക എന്നുള്ള അർത്ഥമാണ്. ഹി ബിഗാൻ. അദ്ദേഹം ആരംഭിച്ചു. അബ്യൂസിങ് അധിക്ഷേപിക്കാൻ. ദ ബിസിനസ്മെൻ. ബിസിനസ് ചെയ്യുന്ന ആളുകളെ അധിക്ഷേപിക്കാൻ അദ്ദേഹം ആരംഭിച്ചു. അനിൽ സ്റ്റാർട്ടഡ്. അനിൽ ആരംഭിച്ചു. ഹിസ് സ്പീച്ച്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ബൈ ക്രിട്ടിസൈസിങ്. വിമർശിച്ചുകൊണ്ട്. ദ ഓർഗനൈസേഴ്സ്. ഓർഗനൈസേഴ്സ് എന്നാൽ സംഘാടകർ. ക്ലെയിമിങ്. എന്താണ്? സംഘാടകരെ അദ്ദേഹം എന്താണ്? അനിൽ വിമർശിക്കാൻ ആരംഭിച്ചു. ക്ലെയിമിങ്. അവകാശപ്പെട്ടുകൊണ്ട്. എന്ത് അവകാശപ്പെട്ട്? ദേ ഹാഡ് ടു എൻഡോർ. എൻഡോർ എന്നാൽ ഇവിടെ താങ്ങുക, ക്ഷമിക്കുക, അനുഭവിക്കുക, ഒത്തുപോകുക, ഇതൊക്കെയാണ് അർത്ഥം. പ്രൊഫാനിറ്റീസ്. പ്രൊഫാനിറ്റി എന്നാൽ അശ്ലീലം, അതിക്രമം, ഇതൊക്കെയാണ് അർത്ഥം. ഇവിടെ പ്രൊഫാനിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഘാടകർക്ക് അദ്ദേഹത്തിനോട് യാചിക്കേണ്ടി വന്നു. എന്ത്? അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ, അദ്ദേഹത്തിൻ്റെ അതിക്രമങ്ങൾ, അതായത് അദ്ദേഹം വൈകിച്ചു. അതിനൊക്കെ എന്താണ്? സംഘാടകർക്ക് അദ്ദേഹത്തോട് യാചിക്കേണ്ടി വന്നു. എങ്ങനെ? ഡിസ്പൈറ്റ് ഹാവിങ് ഓൾറെഡി പെയ്ഡ് ഹിം. ഡിസ്പൈറ്റ് എന്നാൽ എന്നിട്ട് പോലും എന്നുള്ള അർത്ഥമാണ്. ഹാവിങ് ഓൾറെഡി പെയ്ഡ് ഹിം. അദ്ദേഹത്തിന് നിലവിൽ ഈ പ്രസംഗിക്കുന്നതിന് മുമ്പേ അദ്ദേഹത്തിന് പണം നൽകിയിട്ട് പോലും ഇദ്ദേഹത്തോട് അവർക്ക് യാചിക്കേണ്ടി വന്നു. അത് പറഞ്ഞുകൊണ്ട് അത് അവകാശപ്പെട്ടുകൊണ്ട്, അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംഘാടകരെ വിമർശിക്കാൻ ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ. ആഫ്റ്റർ വൺ ഓഫ് ദ സ്പെക്ടേറ്റേഴ്സ്. സ്പെക്ടേറ്റേഴ്സ് എന്നാൽ ഇവിടെ കാണികൾ എന്നുള്ള അർത്ഥമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നിട്ടുള്ള ആളുകൾ. അതിൽ ഒരാൾ. ആഫ്റ്റർ വൺ ഓഫ് ദ സ്പെക്ടേറ്റേഴ്സ്. കാണികളിൽ ഒരാൾ. കൺഫ്രൻറ്റഡ്. കൺഫ്രൻറ്റ് എന്നാൽ ഇവിടെ ചെറുത്തു നിൽക്കുക, എതിരിടുക, ഇതൊക്കെയാണ് അർത്ഥം. നേരിടുക, ഇതൊക്കെയാണ് അർത്ഥം. അദ്ദേഹത്തോട് എതിർത്തു എന്നുള്ള അർത്ഥമാണ്. കാണികളിൽ ഒരാൾ അദ്ദേഹത്തോട് എതിർത്തു. കൺഫ്രൻറ്റഡ് അനിൽ. അനിലിനെ എതിർത്തു, അനിലിനോട് എതിർത്ത് സംസാരിച്ചു. അതേഴ്സ്. മറ്റുള്ള ആളുകൾ. ജോയിൻഡ്. ചേർന്നു. ഇൻ ടു ഹിസ് പ്രൊട്ടസ്റ്റ്. പ്രൊട്ടസ്റ്റ് എന്നാൽ പ്രതിഷേധം. കാണികളിൽ ഒരാളുടെ പ്രതിഷേധത്തിൽ മറ്റുള്ളവരും ചേർന്നു. ഇനീഷ്യലി. ഇനീഷ്യലി എന്നാൽ ആദ്യത്തിൽ, ആരംഭത്തിൽ, ഇതൊക്കെയാണ് അർത്ഥം. ഇനീഷ്യലി ആരംഭത്തിൽ. അനിൽ ട്രൈഡ്. അനിൽ ശ്രമിച്ചു. എന്തിനാണ് ശ്രമിച്ചത്? ടു ഡിഫെൻഡ്. ഡിഫെൻഡ് എന്നാൽ ന്യായീകരിക്കുക, ചെറുത്തു നിൽക്കുക, ഇതൊക്കെയാണ് അർത്ഥം. എന്താണ്? അനിൽ തടുത്തു നിർത്തുക, ഇതൊക്കെയാണ് മറ്റൊരർത്ഥം. എന്താണ്? എതിർത്തു നിൽക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ എതിർവാദം നടത്താൻ ശ്രമിച്ചു. പ്രാരംഭത്തിലെ ഹിംസെൽഫ്, സ്വയം തന്നെ, അദ്ദേഹം സ്വയം അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചു, അതല്ലെങ്കിൽ ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചു. ബട്ട് പക്ഷേ. ഇവഞ്ച്വലി. ഇവഞ്ച്വലി എന്നാൽ അവസാനത്തിൽ എന്നുള്ള അർത്ഥമാണ്. അവസാനമായി. ഫെയിൽഡ്. പരാജയപ്പെട്ടു. അവസാനത്തിൽ അനിലെ ഫെയിൽഡ്. പരാജയപ്പെട്ടു. അദ്ദേഹം തുടക്കത്തിൽ എതിർത്തു നിൽക്കാൻ ശ്രമിച്ചു, പക്ഷെ അവസാനത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹത്തിന് ക്ഷമ ചോദിക്കേണ്ടി വന്നു. ദ ഓർഗനൈസേഴ്സ്. സംഘാടകർ. ദെൻ അനൗൺസ്ഡ്. ശേഷം, പിന്നീട്. അനൗൺസ്ഡ്. പ്രഖ്യാപിച്ചു. ദാറ്റ്. ദ പ്രോഗ്രാം വാസ് ഓവർ. പ്രോഗ്രാം തീർന്നു എന്ന് അദ്ദേഹം, അതല്ലെങ്കിൽ ഈ പരിപാടി അവസാനിപ്പിച്ചു എന്ന് സംഘാടകർ പ്രഖ്യാപിച്ചു. ആഫ്റ്റർ റീച്ചിങ് ഹിസ് ഹോട്ടൽ ഇൻ കോഴിക്കോട്. ആഫ്റ്റർ റീച്ചിങ് എത്തിയതിന് ശേഷം. ഹിസ് ഹോട്ടൽ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ. ഇൻ കോഴിക്കോട് അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ അദ്ദേഹം എത്തിയതിന് ശേഷം. അനിൽ ത്രട്ടൺഡ്. ത്രട്ടൺ എന്നാൽ ഭീഷണിപ്പെടുത്തുക. അനിൽ ത്രട്ടൺഡ്. അനിൽ ഭീഷണിപ്പെടുത്തി. ദാറ്റ് ഹി വുഡ് നോട്ട് ബി ഏബിൾ ടു അറ്റൻഡ്.
അദ്ദേഹത്തിന് സാധിച്ചേക്കില്ല. ഹി വുഡ് നോട്ട് ബി ഏബിൾ ടു എന്നാൽ അദ്ദേഹത്തിന് സാധിച്ചേക്കില്ല. അറ്റൻഡ് പങ്കെടുക്കാൻ, ദ ഇവൻറ്റ് പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചേക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഭീഷണിപ്പെടുത്തി. ഡിസ്പൈറ്റ് ഹാവിങ് ബീൻ പെയ്ഡ്, അതായത് ഡിസ്പൈറ്റ് എന്നാൽ എന്നിട്ട് പോലും, ഹാവിങ് ബീൻ പെയ്ഡ് പണമടച്ചിട്ട് പോലും എന്താണ് അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചേക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഭീഷണിപ്പെടുത്തി. ദ ഓർഗനൈസേഴ്സ് ഓൾസോ, സംഘാടകരും സ്റ്റേറ്റഡ്, സംഘാടകരും പറഞ്ഞു ദാറ്റ് അനിൽ ഡിഡ് നോട്ട് കംപ്ലൈ വിത്ത്. കംപ്ലൈ വിത്ത് എന്നാൽ വഴങ്ങുക, അനുസരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. അനിൽ ഡിഡ് നോട്ട് കംപ്ലൈ വിത്ത്, അനിൽ വഴങ്ങിയില്ല വിത്ത് ദയർ റിക്വസ്റ്റ്, അവരുടെ അഭ്യർത്ഥനകളോട്, അവരുടെ അഭ്യർത്ഥന എന്താണ് അദ്ദേഹം അനുസരിച്ചില്ല. എന്താണ് അഭ്യർത്ഥന? ടു റിഫ്രൈൻ, റിഫ്രൈൻ എന്നാൽ അർത്ഥം ചെയ്യാതിരിക്കുക, അകന്നു നിൽക്കുക, ഇതൊക്കെയാണ് അർത്ഥം. എന്തിൽ നിന്ന്? ടു റിഫ്രൈൻ ഫ്രം യൂസിങ് പ്രൊഫാനിറ്റി. പ്രൊഫാനിറ്റി എന്നാൽ അശ്ലീലം, അശ്ലീല വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കുക എന്നുള്ള സംഘാടകരുടെ എന്താണ് അഭ്യർത്ഥന, അത് അദ്ദേഹം അനുസരിച്ചില്ല എന്ന് സംഘാടകർ പറഞ്ഞു. പ്രൊഫാനിറ്റി എന്നാൽ അശ്ലീലം, റിഫ്രൈൻ എന്നാൽ അകന്നു നിൽക്കുക, ചെയ്യാതിരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ദ ഓർഗനൈസേഴ്സ് ഓൾസോ സ്റ്റേറ്റഡ് ദാറ്റ് എന്നാൽ പിന്നെ സംഘാടകർ ഇതുകൂടി പറഞ്ഞു എന്നുള്ള അർത്ഥം. അതുകൂടി പറഞ്ഞു എന്താണ്, അനിൽ അവരുടെ അഭ്യർത്ഥനയെ അനുസരിച്ചില്ല. ഫൈനലി അവസാനം, ആഫ്റ്റർ കൺസിഡറബിൾ എഫേർട്ട്. കൺസിഡറബിൾ എഫേർട്ട് എന്നാൽ ഇവിടെ വളരെ അധികമായിട്ടുള്ള, വളരെ പരിശ്രമത്തിന് ശേഷം അനിൽ ബാലചന്ദ്രൻ വാസ് എസ്കോർട്ടഡ് ഔട്ട്. എസ്കോർട്ട് എന്നാൽ ഇവിടെ വഴികാട്ടി പോകുക എന്നുള്ള അർത്ഥം, അനുഗമിക്കുക. അതായത് അദ്ദേഹം മറ്റുള്ളവരുടെ, എസ്കോർട്ട് എന്നാൽ കൂടെ പോവുക, മറ്റുള്ളവരുടെ സഹായത്തോടെ അദ്ദേഹം പുറത്തേക്ക് പോയി. അമിഡ്സ് എന്നാൽ അതിനിടയിൽ എന്നുള്ള അർത്ഥം, ഇടയ്ക്ക്. ദ ക്രൗഡ്സ് ആങ്കർ, ക്രൗഡ്സ് എന്നാൽ ജനങ്ങളുടെ, ആങ്കർ എന്നാൽ രോഷം, ജനങ്ങളുടെ രോഷത്തിനിടയിൽ എന്താണ് അനിൽ ബാലചന്ദ്രൻ അവിടെ നിന്നും അനുഗമിച്ചു പോയി.